നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഇറാൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും ഇപ്പോൾ ഒരു ദ്വീപിലേക്ക് നീളുകയാണ്. അതാണ് ഖാർഗ് ദ്വീപ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ തന്ത്രപ്രധാനമായ ദ്വീപ് വഴിയാണ്. അതുതന്നെയാണ് ഖാർഗിനെ സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതും. കറുത്ത സ്വർണത്തിന്റെ ദ്വീപ് എന്നാണ് ഇറാന്റെ ഖാർഗ് ദ്വീപ് അറിയപ്പെടുന്നത്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഇവിടമാണ് രാജ്യത്തിന്റെ എണ്ണ കയറ്റുമതിയുടെ ടെർമിനൽ. ഇസ്രയേൽ ഇറാൻ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗമായ ഖാർഗ് ദ്വീപിൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയാണ് ട്രംപ്. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്ന ഈ മേഖലയെ തകർത്താൽ ഇറാനെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. ഖാർഗ് ആക്രമിക്കപ്പെടുന്നത് ഇറാനെ സാമ്പത്തികമായി ബാധിക്കുമെന്നത് ഒരു വശത്ത്. അതേസമയം ആഗോള എണ്ണവിലയിലും ഊർജ്ജ സുരക്ഷയിലും ഉണ്ടായേക്കാവുന്ന അതിന്റെ ആഘാതം വളരെ വലുതാണ്. അമേരിക്കയെയും ഇസ്രയേലിനെയും പോലും അത് ബാധിക്കും. അതുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് യുഎസും ഇസ്രയേലും ഖാർഗിനെ ഇത്രയും ദിവസം ഒഴിവാക്കിയിരുന്നത്. യുദ്ധം മൂലം താറുമാറായ ആഗോള ഊർജ്ജ വിപണിയിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് ഇതുവരെ ദ്വീപിനെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ട് യുഎസ് നിന്നത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഖാർഗ് ദ്വീപിന്റെ ഭാവി എന്താകും എന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും യുദ്ധത്തിന്റെ ഗതിയെയും നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ഇപ്പോൾ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. ഇറാന്റെ കിരീടത്തിലെ മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ദ്വീപാണ് ഖാർഗ്. യുദ്ധം ആരംഭിച്ച 13 ദിവസം വരെയും ഇവിടേക്ക് ആക്രമണമൊന്നും നടത്തിയിരുന്നില്ല. 14-ാം നാൾ ഇവിടേക്ക് സെൻട്രൽ കമാൻഡോസ് എത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് തടയുന്നതിനെതിരെ ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകിയിട്ടും കേൾക്കാത്തതിനാലാണ് ഖാർഗ് ആക്രമിച്ചത് എന്ന് ട്രംപ് പറഞ്ഞു. മധ്യപൂർവ്വ ദേശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായൊരു നീക്കമാണ് നടത്തിയത് എന്നും ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നും എന്നാൽ ദ്വീപിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ കേടുകൂടാതെ വിടാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. വടക്കൻ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ചെറുതും എന്നാൽ തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഖാർഗ് ദ്വീപ് ഇറാന്റെ ക്രൂഡ് കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നു. സംഘർഷത്തിന്റെ 2ാം ആഴ്ചയായ വെള്ളിയാഴ്ച വരെ യുഎസിന്റെയും ഇസ്രയേലിന്റെയും സൈനികർ ഈ ചെറിയ ഭൂമിയെ സ്പർശിച്ചിരുന്നുപോലുമില്ല. ഇറാന്റെ പ്രധാന ഭൂപ്രദേശമായ തീരത്ത് നിന്ന് ഏകദേശം 24 കിലോമീറ്റർ അകലെ പേർഷ്യൻ ഗൾഫിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേലിന്റെയും ബോംബാക്രമണങ്ങൾ ഇറാനിൽ ഉടനീളം തുടരുമ്പോഴും ഈ എണ്ണ കയറ്റുമതി കേന്ദ്രത്തെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ല. ഇറാന്റെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക കേന്ദ്രമായ ഖാർഗ് ദ്വീപിനെ ആക്രമിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നത് ലോകത്തെ എണ്ണവിലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അതിനുള്ള കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. ഖാർഗ് ആക്രമിക്കപ്പെട്ടാൽ നിലവിൽ കുതിച്ചുയരുന്ന എണ്ണവില ബാരലിന് $150 വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രതിദിനം ഏകദേശം 7 ദശലക്ഷം ബാരൽ എണ്ണ കയറ്റാനുള്ള വലിയ ശേഷി ഈ ദ്വീപിനുണ്ട്. സംഘർഷം ആരംഭിച്ചതു മുതൽ ഈ ദ്വീപ് ട്രംപ് ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. കടലിടുക്കിന് ഏകദേശം 483 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബുഷേർ പ്രവിശ്യയുടെ ഭാഗമായ 20 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ദ്വീപിൽ വെറും 8000-ഓളം ജനങ്ങളാണ് ആകെയുള്ളത്. വലിപ്പത്തിൽ നന്നേ ചെറുതെങ്കിലും ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക നട്ടെല്ലായി ഈ ദ്വീപിനെ കണക്കാക്കാം. കാരണം ദശാബ്ദങ്ങളായി ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ടെർമിനലായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് ഇത്. വിപണിയിൽ വലിയ സ്വാധീനമുള്ള ഈ ദ്വീപിൽ നിന്ന് പ്രതിദിനം ശരാശരി 1.3 മുതൽ 1.6 ദശലക്ഷം ബാരൽ വരെ എണ്ണയാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫെബ്രുവരി പകുതിയോടെ ഇറാൻ ഇത് പ്രതിദിനം 3 ദശലക്ഷം ബാരലായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 18 ദശലക്ഷം ബാരൽ എണ്ണ ഇവിടെ ബാക്കപ്പായി സംഭരിച്ചിട്ടുമുണ്ട്. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് ആലോചിക്കുന്നതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇറാന്റെ കരഭൂമിയിൽ ആക്രമണം നടത്തുന്ന കാര്യം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ തീരപ്രദേശങ്ങളിലെ സമുദ്രഭാഗത്ത് ആഴം കുറവായതിനാൽ എണ്ണക്കപ്പലുകൾ അടുപ്പിക്കാനോ നങ്കൂരമിടാനോ സാധിക്കില്ല. അവിടെയാണ് ഖാർഗ് വ്യത്യസ്തമാകുന്നത്. സ്വാഭാവിക ആഴമുള്ളതിനാൽ എണ്ണക്കടത്തിനാവശ്യമായ സൂപ്പർ ടാങ്കറുകളെ അടുപ്പിക്കാൻ ഖാർഗിന് കഴിയും. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 85 മുതൽ 95% വരെ ഖാർഗ് ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ് നടക്കുന്നത്.
പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ വരെ എണ്ണ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഈ സൗകര്യം 1960കളിലാണ് വികസിപ്പിച്ചെടുത്തത്. എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്ന ഇറാന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും രാജ്യത്തേക്ക് എത്തുന്നത് ഖാർഗ് ദ്വീപ് വഴിയാണെന്ന് ചുരുക്കം. 1960കൾ മുതൽ വിദേശ നിക്ഷേപത്തോടെയാണ് ഈ സൗകര്യം വികസിപ്പിച്ചെടുത്തത്. അന്നു മുതൽക്കേ ഇറാനിയൻ എണ്ണപ്പാടങ്ങളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായി ഖാർഗ് ടെർമിനൽ പ്രവർത്തിക്കുന്നു. ഖാർഗ് ദ്വീപിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്യുന്നത് വഴി ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. 1960കൾക്ക് മുൻപ് വരെ ഇറാന്റെ പേർഷ്യൻ ഗൾഫിലെ ഒരു ചെറിയ പവിഴദ്വീപ് മാത്രമായിരുന്നു ഖാർഗ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ എണ്ണ പരിവേഷണത്തോടെ ദ്വീപിന്റെ ചിത്രമാകെ മാറി. അതുവരെ ജനവാസമില്ലാത്ത ദ്വീപിൽ ആളുകൾ എത്തുന്നതും സമൂഹമായി വികസിക്കുന്നതും അതോടെയായിരുന്നു. ഭൂഗർഭ എണ്ണ പൈപ്പ് ലൈനുകളിലൂടെ നേരിട്ട് ടെർമിനലിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഹോർമൂസ് കടലിടുക്കിന് സമീപത്തായതിനാൽ സുരക്ഷിതമായ ലൊക്കേഷനാണ് ഖാർഗ്. വലിയ എണ്ണ ടാങ്കറുകൾ എത്താൻ ആഴമുള്ള തുറമുഖമുണ്ട് തുടങ്ങിയ സവിശേഷതകളാണ് ഖാർഗിനുള്ളത്. 1950കളിലാണ് ഇറാന്റെ തെക്കൻ ഭൂപ്രദേശങ്ങളിലും പേർഷ്യൻ ഗൾഫിലും വൻതോതിലുള്ള എണ്ണപ്പാടങ്ങൾ ഗ്രശ്സാരാൻ, ഖൂസിസ്ഥാൻ മുതലായവ കണ്ടെത്തിയത്. കയറ്റുമതി അടക്കമുള്ള സാധ്യതകൾ തെളിഞ്ഞതോടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായി ഖാർഗിനെ തെരഞ്ഞെടുത്തു. 1950കളുടെ അവസാനത്തോടെ ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കടലിനടിയിലുള്ള പൈപ്പ് ലൈനിലൂടെ ഖാർഗിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചു. പിന്നാലെ പ്രധാനപ്പെട്ട എല്ലാ എണ്ണപ്പാടങ്ങളിലും ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കിയതോടെ ഖാർഗ് പ്രധാന ഓയിൽ ടെർമിനലായി വളർന്നു. ടെർമിനലുകൾ, സ്റ്റോറേജ് ടാങ്കുകൾ, ജെട്ടികൾ, ബർത്തുകൾ, പിയറുകൾ എന്നിവ ഖാർഗിൽ പണികഴിപ്പിച്ചു. 1960കളോടെ പ്രവർത്തനം പൂർണ്ണമായി. പ്രതിദിനം 3 മില്യൺ ബാരൽ വരെ ശേഷി ഉയർന്നു. 1970ലാണ് വൻ വിപുലീകരണം നടന്നത്. അതോടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ടെർമിനൽ ആയി ഖാർഗ് മാറി. സൗദി അറേബ്യയിലെ റാസ് തനൂറയാണ് ആദ്യ സ്ഥാനത്തുള്ളത്. ഇറാൻ-ഇറാഖ് യുദ്ധത്തിനു മുൻപ് ഇറാന്റെ എണ്ണ വരുമാനത്തിന്റെ നട്ടെല്ലായിരുന്നു ഖാർഗ് ടെർമിനൽ. എന്നാൽ യുദ്ധത്തിൽ വലിയ നാശനഷ്ടം നേരിടേണ്ടി വന്നു. 1986ൽ ടെർമിനൽ പൂർണ്ണമായി പ്രവർത്തനരഹിതമായി. ദാരിയസ് ഓയിൽ ഫീൽഡും നശിപ്പിക്കപ്പെട്ടു. ഒന്നിലേറെ തവണകൾ ഇറാഖ് ഖാർഗിന് മേൽ ബോംബ് വർഷിച്ചിരുന്നു. പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് ഇറാൻ താൽക്കാലികമായി ലവാൻ, സിറി ദ്വീപുകളിലേക്ക് എണ്ണ കയറ്റുമതി മാറ്റി. എങ്കിലും ഖാർഗിൽ നിന്ന് ചെറിയ തോതിൽ എണ്ണ ഇടപാട് നടത്തിയിരുന്നു. യുദ്ധം അവസാനിച്ചതിനു ശേഷം 1988ൽ ഖാർഗിൽ പുനർനിർമ്മാണം ആരംഭിച്ചു. പിന്നീട് ഇറാനിയൻ ഓയിൽ കമ്പനിക്കായിരുന്നു ഖാർഗ് ടെർമിനലിന്റെ നിയന്ത്രണം. 2009ൽ തന്നെ 950 മില്യൺ ബാരൽ ക്രൂഡ് എണ്ണ കയറ്റുമതി ഇവിടെ നിന്ന് നടന്നു. 2020കളിൽ ടെർമിനലിന്റെ ശേഷി പ്രതിദിനം 70 ദശലക്ഷം ബാരലിലേക്ക് ഉയർന്നു. അതായത് ഒരേ സമയം 10 സൂപ്പർ ടാങ്കുകൾ ലോഡ് ചെയ്യാൻ പറ്റുന്ന ശേഷിയാണ് ഇത്. 1950കളിലെ ഒരു പൈപ്പ് ലൈൻ പദ്ധതിയിൽ നിന്ന് ലോകോത്തര ടെർമിനലായി വളർന്നതാണ് ഈ ടെർമിനൽ. തകർക്കപ്പെട്ടെങ്കിലും പൂർവാധികം ശക്തിയോടെയാണ് ഇത് വികസിച്ചത്. കറുത്ത സ്വർണത്തിന്റെ കവാടമെന്ന വിശേഷണത്തോടെ ഇന്നും ഇറാന്റെ സാമ്പത്തിക തന്ത്രപ്രധാനമായ മേഖലയായി ഖാർഗ് തുടരുകയാണ്. ഇതിന്റെ ഏതെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ആഗോള എണ്ണവിലയെ വൻതോതിൽ ബാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായാണ് ഈ ദ്വീപിനെ വിലയിരുത്തുന്നതും. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നത് ഗാർഗിൽ ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ്. ഇവയെ തകർത്താൽ യുദ്ധം തുടരാൻ ആവശ്യമായ പണമില്ലാതെ ഇറാൻ പെട്ടെന്ന് തകരുമെന്നാണ് US കണക്കുകൂട്ടുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെൽ ഒടിക്കാൻ ഖാർഗ് ദ്വീപിന് നേരെയുള്ള നീക്കം ഫലം കാണുമെന്ന് പെന്റഗണിലെ മുൻ ഉപദേഷ്ടാവ് മൈക്കൽ റൂബിനും വാദിച്ചു. എണ്ണ വിൽക്കാൻ കഴിയാതെ വന്നാൽ ഇറാൻ ഭരണകൂടത്തിന്, സൈന്യത്തിനും ജീവനക്കാർക്കും ശമ്പളം നൽകാൻ പോലും കഴിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മുൻപ് ഇറാന്റെ ഭൂരിഭാഗം എണ്ണയും ചൈനയിലേക്കാണ് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ഇറാഖിൽ നിന്നുള്ള കയറ്റുമതി അടക്കം ആഗോള വിപണിയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഖാർഗ് ദ്വീപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആഗോള എണ്ണവിലയെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം വർദ്ധിപ്പിക്കും. രാഷ്ട്രീയമായും ഖാർഗ് ദ്വീപിനെ നശിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇറാനിൽ ഭാവിയിൽ ഒരു ജനാധിപത്യ ഭരണകൂടം വരികയാണെങ്കിൽ പോലും പ്രധാന വരുമാന മാർഗമായ ഖാർഗിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തെ വർഷങ്ങളോളം പിന്നോട്ടടിക്കും. ദ്വീപിന്റെ വലിപ്പം പരിഗണിച്ച് അത് പിടിച്ചെടുക്കാൻ വൻതോതിലുള്ള സൈനിക ഓപ്പറേഷൻ ആവശ്യമായി വരും. അമേരിക്ക ഖാർഗ് പിടിച്ചെടുത്താൽ പോലും ഇറാൻ ഉൽപാദനം തുടരുകയും കയറ്റുമതി തടസ്സപ്പെടുകയും ചെയ്യുന്നത്
വിപണിയെ അനിശ്ചിതത്വത്തിലാക്കും. ചുരുക്കത്തിൽ ഗാർഗദ്വീപിന് നേരെയുള്ള ഏതൊരു ചെറിയ നീക്കം പോലും ആഗോള സാമ്പത്തിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇറാനിയൻ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് US ഉടൻ തന്നെ അകമ്പടി സേവിക്കാൻ തുടങ്ങുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ ടാങ്കറുകൾക്ക് US നാവികസേന എപ്പോൾ അകമ്പടി സേവിക്കാൻ തുടങ്ങും എന്ന് ചോദിച്ചപ്പോൾ അത് ഉടൻ സംഭവിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഗതയിൽ അവരുടെ എല്ലാ അർത്ഥവത്തായ സൈനിക കഴിവുകളെയും പരാജയപ്പെടുത്താനും നശിപ്പിക്കാനും പ്രവർത്തനരഹിതമാക്കാനുമുള്ള പദ്ധതിയാണ് ഇത് എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞത്. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധത്തിനെതിരെ ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിലേക്ക് US 2500 മറൈൻ സൈനികരെയും 3 യുദ്ധക്കപ്പലുകളെയും വിന്യസിക്കുന്നതിനിടെയാണ് പുതിയ മുന്നറിയിപ്പ്. ഇറാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ കടന്നുപോകലിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്താൽ ഉടൻ തന്നെ ഈ തീരുമാനം പുനഃപരിശോധിക്കുമെന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. ഇറാനിലും പരിസരത്തുമായി 5000-ഓളം ലക്ഷ്യസ്ഥാനങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും രാജ്യത്തിന്റെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങളെ നേരിട്ട ആക്രമണത്തിൽ നിന്ന് അമേരിക്ക ഇതുവരെ വിട്ടുനിന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം കാരണം എണ്ണവില ഇതിനകം തന്നെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുന്നത് ആഗോള വിപണിയെ തകിടം മറിക്കും. ആ പേടി അമേരിക്കയ്ക്കുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രയേൽ വ്യോമസേന ഇറാന്റെ 2 എണ്ണ ശുദ്ധീകരണശാലകളും ഡിപ്പോകളും ആക്രമിച്ചിരുന്നു. ആ കനത്ത പുക നഗരത്തെ മൂടിയത് ടെഹ്റാനിൽ ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് പ്രാദേശിക നിവാസികൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം എണ്ണ നിലയങ്ങൾക്ക് നേരെ ഇതുവരെ പുതിയ ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഖാർഗ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നും ആലോചിക്കണം. പ്രതികാരമായി സൗദിയിലെയും UAEയിലും ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കും. എണ്ണ കൈമാറ്റം തടസ്സപ്പെടുന്നത് വലിയ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധിയിലേക്കായിരിക്കും ലോകത്തെ നയിക്കുക. ലോകരാജ്യങ്ങൾക്ക് അതിനെ മറികടക്കുന്നത് വലിയ ബാധ്യതയാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഖാർഗ ഇത്രയും നാളും സുരക്ഷിതമായി തുടരുന്നതിന് പിന്നിലെ കാരണവും. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ഇപ്പോൾ ഉറ്റുനോക്കുന്നതും ട്രംപിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.